ഓം ശാന്തി. സെക്കൻഡിൽ സർവസങ്കൽപ്പങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് ഇട്ട് വ്യർത്ഥത്തിൽ നിന്നും മുക്തമായി ഞാൻ സമർത്ഥ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. മനസ്സും ബുദ്ധിയും പരമധാമത്തിലിരിക്കുന്ന ശിവബാബയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. എൻ്റെ മനസ്സും ബുദ്ധിയും ഒരു ബാബയോട് യോജിപ്പിച്ചിരിക്കുന്നു. മന്മനാഭവസ്ഥിതിയിലിരിക്കുന്നു. ഞാൻ അനുഭവം ചെയ്യുകയാണ്. മനസ്സ് ഉയർന്നതിലും ഉയർന്ന സുപ്രീം ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസ് ശിവബാബയോട് യോജിപ്പിച്ച് ഞാൻ ആത്മാ ലൈറ്റ് മൈറ്റിനാൽ സമ്പന്നമാകുകയാണ്. സുപ്രീം ലൈറ്റ് ഹൗസ് ശിവബാബയിൽ നിന്നും സ്പിരിച്വൽ ലൈറ്റ് ഞാൻ ആത്മാവിലേക്ക് സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓൾമൈറ്റി സുപ്രീം ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസ് ശിവബാബയിൽ നിന്നും ഞാൻ ആത്മാവിലേക്ക് സർവശക്തികളും സമാവേശമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാ പരമാത്മാ ദിവ്യപ്രകാശത്താലും ശക്തികളാലും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനസാ ശുഭഭാവന, ശ്രേഷ്ഠ കാമന, ശ്രേഷ്ഠ വൃത്തി, ശ്രേഷ്ഠ വൈബ്രേഷൻസ് ഞാൻ സമ്പന്നമാകുന്നു. അനുഭവം ചെയ്യുന്നു. എൻ്റെ ശരീരം പ്രകാശ ശരീരമായി പരിവർത്തിതമായിരിക്കുന്നു. എൻ്റെ മുന്നിൽ വിശ്വത്തിൻ്റെ ഗ്ലോബ് ഇമർജാക്കുന്നു. എൻ്റെ ജ്ഞാന നേത്രത്താൽ ഞാൻ മുഴുവൻ വിശുദ്ധയും കാണുന്നു. എൻ്റെ മനസ്സിൽ സർവ ആത്മാക്കളുടെയും പ്രതി ശുഭഭാവനയാണ്, ശ്രേഷ്ഠ കാമനയാണ്. എൻ്റെ ശ്രേഷ്ഠ വൃത്തിയിലൂടെ ശ്രേഷ്ഠ വൈബ്രേഷൻസ് വിശ്വത്തിൻ്റെ വായുമണ്ഡലത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വത്തിൻ്റെ വായുമണ്ഡലം പരിവർത്തനമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാ ചൈതന്യ ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസായി കിരണങ്ങൾ നാലു ഭാഗത്തും പ്രസരിപ്പിക്കുന്നു. സർവർക്കും ലൈറ്റ് മൈറ്റിൻ്റെ വരദാനം നൽകുന്നു. നിർബലരെ ബലവാനാക്കുന്നു. അശാന്തർക്ക് ശാന്തിയുടെ അനുഭവമുണ്ടാകുന്നു. അലയുന്ന ആത്മാക്കളെ
ലക്ഷ്യത്തിൻ്റെ അനുഭൂതി ചെയ്യിപ്പിക്കുന്നു. ബാബയുടെ വരദാനമാണ് വിശ്വ കല്യാണക്കാരിയായി ഭവിക്കൂ. എൻ്റെ ശക്തിശാലിയായ മനോവൃത്തിയിലൂടെ ഞാൻ മനസ്സാ സേവനം ചെയ്യുന്നു. വിശ്വത്തിലെ ആത്മാക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കാനായി ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസായി മാറുന്നു. സർവരുടെയും പ്രതി മഹാദാനിയും വരദാനിയുമാകുന്നു. ഒരേ സ്ഥാനത്തിരുന്നു കൊണ്ട് മനസാശക്തിയിലൂടെയും വായുമണ്ഡലത്തിലൂടെയും വൈബ്രേഷനിലൂടെയും വിശ്വത്തിൻ്റെ സേവനം ചെയ്യുന്നു. അതിനായി പവർഫുൾ മനോസ്ഥിതി ഉണ്ടാക്കണം. അങ്ങനെയുള്ള ആത്മാക്കളാണ് വിശ്വകല്യാണകാരി ആത്മാക്കൾ. ഞാൻ ഭാഗ്യശാലി ആത്മാവാണ്. എനിക്ക് ബാബയുടെ ഓർമ്മയല്ലാതെ വേറൊരു ചിന്തയുമില്ല. ഞാൻ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. സർവരുടെയും ബുദ്ധിയോഗം ഒരു ബാബയുമായി ബന്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. സർവീസബിളായിരിക്കുന്നു. ഞാൻ ബാബയുടെ ഹൃദയത്തിൽ സ്ഥാനമെടുക്കുന്നു. സൽപുത്രരായി ബാബയുടെ പേര് പ്രസിദ്ധമാക്കുന്ന സേവനം ചെയ്യുന്നു. ബാബ പരിധിയില്ലാത്ത അച്ഛനും അമ്മയുമാണ്. പരിധിയില്ലാത്ത ടീച്ചർ, പരിധിയില്ലാത്ത സദ്ഗുരുവുമാണ്. സത്യം മാത്രം പറയുന്നു, സത്യം പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൽ ഇനി കുറച്ചു ദിവസങ്ങളെ അവശേഷിക്കുന്നുള്ളൂ. എനിക്ക് കർമാതീത അവസ്ഥ നേടണം. ഞാൻ എനിക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്യുന്നു, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. വിനാശത്തിനു മുമ്പേ പുതിയ ലോകത്തേക്ക് പോകുന്നതിനു വേണ്ടി പഠിക്കുന്നു. സർവരുടെയും ബുദ്ധിയോഗം ഒരു ബാബയോട് യോജിപ്പിക്കുന്നവരാണ് സൽപുത്രരായ കുട്ടികൾ. സർവീസബിളായ കുട്ടികൾ ബാബയുടെ ഹൃദയത്തിലിരിക്കുന്നു. സേവനത്തിനു പകരം ഡിസർവീസ് ചെയ്താൽ ബാബയിൽ നിന്നും ബുദ്ധിയോഗം മുറിഞ്ഞു പോകും. അതിനാൽ ഞാൻ ബാബയെ ഫോളോ ചെയ്യുന്നു. ബാബയെ ഓർമ്മിക്കാനായി ഗുപ്തമായി പരിശ്രമിക്കുന്നു. സമയം കിട്ടുന്നതനുസരിച്ച് ബാബയെ ഓർമ്മിക്കുവാൻ പ്രാക്ടീസ് ചെയ്യുന്നു. സത്യമായ പ്രിയതമന്റെ പ്രിയതമയായി മാറുന്നു. ഓർമ്മിക്കുവാൻ വേണ്ടി ഒരു ശുഭാബയുടെ മാത്രം ഫോട്ടോ വെക്കുന്നു. സൃഷ്ടിചക്രത്തെയും ഓർമ്മിക്കുന്നു. ഞാൻ സൈലൻസിന്റെ ശക്തിയിലൂടെ സയൻസിന്റെ മേലെ വിജയം നേടാനുള്ള പഠിപ്പ് പഠിക്കുന്നു. ശാന്തി വേണമെന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം ബ്രഹ്മാണ്ടമാണ്
ശാന്തിയുടെ സ്ഥാനം. ബ്രഹ്മമഹതത്വത്തിൽ ഞാൻ ആത്മാവ് ചെറിയ ബിന്ദുവായിരിക്കുന്നു. ആത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും ഞാൻ അറിയുന്നു. ഡ്രാമയിൽ എന്താണോ ഉള്ളത് അത് നടക്കുന്നു. ഞാനിപ്പോൾ പ്രതിജ്ഞ ചെയ്യുന്നു, എന്ത് സംഭവിച്ചാലും കരയില്ല. ബാബയുടെ നിർദ്ദേശമാണ് പരചിന്തനത്തിൻ്റെ വാർത്താവിനിമയം നടത്തി വായുമണ്ഡലം ചീത്തയാക്കരുത്. ഏകാന്തമായിരുന്ന് സത്യം സത്യമായ പ്രിയതമയായി പ്രിയതമനെ ഓർമ്മിക്കൂ. സർവീസബിളായി ബാബയുടെ ഹൃദയത്തിലിരിക്കുന്നവരുമായി ഞാൻ കൂട്ടുകൂടുന്നു. ആ ശരീരീ സ്ഥിതിയുടെ എക്സർസൈസിലൂടെയും വ്യർത്ഥ സങ്കല്പങ്ങളാകുന്ന ഭക്ഷണത്തിൻ്റെ പഥ്യം വെക്കുന്നതിലൂടെയും സ്വയത്തെ ആരോഗ്യവാന്മാരായി മാറ്റാം. ഓം ശാന്തി.